പ്രവാചകൻ വിളിച്ച് ദുആചാരി ഇസ്തിഗാസയുടെ ഉദാഹരണം പറയാൻ പറഞ്ഞത് അല്ല ബേജാറിനൊരു വിഷയം തെറ്റിച്ചോണ്ടാ പറ്റൂല എന്നൊക്കെ ചിരിച്ച കളിയാക്കി അതൊന്നും ഇവിടെ പോകില്ല. അതൊക്കെ യാക്കാവിന്റെ മുമ്പിലാണ് പറഞ്ഞിട്ട് തക്ബീർ ജില്ലയിൽ പോകാം. ഇത് സലഫികളുടെ മുമ്പിലായിരിക്കണം ബുഡുലങ്ങളെ. മനസ്സിലാവുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഈ പറഞ്ഞല്ലോ ഈ സബബൊന്നും മനസ്സിലാക്കാത്ത ആളുകളാണോ ഈ മുഫസ്സിറുകളും മുഹദ്ദിസീങ്ങളും? ഞാൻ പറഞ്ഞു എന്താ പറഞ്ഞത്? ഇമാം സുയൂത്തി റഹിമഹുല്ല അവിടുത്തെ അൽ-അംറു ബിൽ ഇത്തിബാഇ വൻ നഹ്യു അനിൽ ഇബ്തിദാ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ കൃത്യമായിട്ട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം പല പ്രയാസങ്ങളും സ്വഹാബത്തിന് ഉണ്ടായപ്പോഴും പ്രവാചകന്റെ ഖബർ തേടി പോയിട്ടില്ല, പ്രവാചകനെ വിളിച്ച് ഇസ്തിഗാസ തേടിയിട്ടില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു കേട്ടോളൂ, ഫഖതദി അയ്യുഹൽ മുസ്ലിമു, അതുകൊണ്ട് ഓ മുസ്ലിമേ നീ പിന്തുടർന്ന് ജീവിച്ചോ, ഇൻ കുൻത അബ്ദൻ ലില്ലാഹ്, നീ അല്ലാഹുവിന്റെ അടിമയാണെങ്കിൽ ബിസലഫിക സ്വാലിഹി, സലഫുസ് സ്വാലിഹികളെ മാതൃക പിൻപറ്റി നീ ജീവിച്ചോ, വതഹഖഖ ബിത്തൗഹീദിൽ ഖാലിസി, ആ തൗഹീദുൽ ഖാലിസിനെ നീ യാഥാർത്ഥ്യമാക്കുകയും ചെയ്തോ, ഫലാ തഅബുദ് ഇല്ലല്ലാഹ് വലാ തുശ്രിക് ബി റബ്ബിക അഹദാ കമാ അമറ തആല വഇയ്യായ ഫഅബുദൂൻ. സുയൂത്തിയാ പറയുന്നത്. സുയൂത്തി എന്ന ഈ ആയത്ത് കണ്ടിട്ടില്ലേ? എന്നിട്ട് കേട്ടോളൂ ഫലാ തഅബുദ് ഇല്ലാ ഇയ്യാഹു വലാ തദ്ഉ ഇല്ലാ ഹുവ വലാ തസ്തഗിസ് ഇല്ലാ ബിഹി വലാ തസ്തഇൻ ഇല്ലാ ബിഹി ഫഇന്നഹു ലാ മാനിയ വലാ മൂതിയ വലാ ളാറ വലാ നാഫിയ. തീർച്ചയായിട്ടും കാര്യമില്ല, തങ്കിൽ കണ്ട് കൊള്ളണ്ടല്ലേ. തുടങ്ങി നിങ്ങൾ സുയൂത്തിനെ നിഷേധിക്കും നിങ്ങൾ. എന്നിട്ട് സബബ് അത്ര എന്താ സബബ് കണ്ടിട്ടില്ലേ? ഇനിയും കേട്ടോ, സുയൂത്തി മാത്രല്ല ഇഷ്ടം പോലെ പണ്ഡിതന്മാർ. ചോദ്യത്തിന് മറുപടി പറ. വളരെ ഉഷാറായിട്ടുണ്ട്. മൂപ്പർക്ക് ആ വാട്സപ്പ് ഇറങ്ങിന്റെ സ്പീഡാണ്. ഏതായാലും വളരെ ഉഷാറായിട്ടുണ്ട്. എന്താ മൗലവി നിങ്ങൾ ഈ പറയുന്നത്? സുന്നിയാളും മുജാഹിദുകൾ പല വിഷയത്തിലും തർക്കം ഉണ്ടായതുകൊണ്ട്, പല വാദങ്ങളിലും തർക്കം ഉണ്ടായതുകൊണ്ട് ഒരു വ്യവസ്ഥ ചെയ്തത് അതോ അറിയില്ല നിങ്ങൾക്ക്? അതുകൊണ്ടാ ഒരു വ്യവസ്ഥാപിതമായ ചർച്ച നടത്തിയത്. മുപ്പരറിയാ റസൂൽ ചോദിച്ചിരിക്കണോ? വലിയ വിഷയമല്ലേ? വലിയ വിഷയം തന്നെയാണ്. അതിന് വേറെ വാദം എഴുതണം. ഒരു വാദത്തിന്റെ ഉള്ളിലാക്കണതിനാണ്. പല വിഷയങ്ങളും നമുക്ക് ചർച്ച ചെയ്യാനുണ്ടായതുകൊണ്ടാണ്. മലയാളം വായിച്ചു വരണം. എന്താണ്? നബി തങ്ങളടക്കമുള്ള വഫാത്തായി പോയ മഹാന്മാരോടുള്ള സഹായതേട്ടം ശിർക്കല്ല. നബി തങ്ങൾ തേടിയിരിക്കണോ? അടുത്തിരുന്നോ? ഇത് കഴിഞ്ഞിട്ട് തന്നെ ഇരുന്നോ? നമുക്ക് ഇതാ നിങ്ങളെ കൂടാൻ കരുതിയില്ല. അത് സംവാദത്തിന്റെ മാലപ്പടക്കത്തിന് ഞങ്ങളിവിടെ തിരി കൊളത്താൻ പോണത്. പിന്നെ മൂല്യരാകാനുള്ള ക്വാളിഫിക്കേഷൻ എന്താണ്? വിവരല്ലാതിരിക്കലാണ്. അതുകൊണ്ടല്ലേ പണ്ട് ദൂരസ്കരിച്ചത്? ഞങ്ങൾക്ക് തിരിയിടില്ല. അതുകൊണ്ടാണല്ലേ ഫീഹില്ലത്താനിൽ കുടുങ്ങിന്ന് സക്കരിയ സ്വലാഹി പോലും പറഞ്ഞത്. അതുകൊണ്ടാ നല്ല ക്വാളിഫിക്കേഷനാ, നല്ല വിവര. അതുകൊണ്ട് തന്നെ വളരെ വ്യക്തം. മുഅ്മിനീങ്ങൾ മനസ്സിലാക്കിക്കോളി, ഇറ്റങ്ങൾ മനസ്സിലാക്കൂല. യാ അയ്യുഹല്ലദീന ആമനു ലാ തഖൂലൂ റായിനാ വഖൂലു ഉൻദുർനാ. ഓ മുഅ്മിനീങ്ങളെ, ഞങ്ങൾ പൊട്ടു പറയടോ. ഈ യാ അയ്യുഹല്ലദീന ആമനു എന്നുള്ളതിന് ഈ കാലഘട്ടത്തിലുള്ള ആളുകൾ പുറത്താണെന്ന് മുന്നിലിരുന്നു കൊണ്ട് ചങ്കൂറ്റത്തോടെ പറ. അതിനാ ധൈര്യം കാണിക്കേണ്ടത്. മൂലമാരെ ക്വാളിഫിക്കേഷൻ നടക്കാനല്ല. അതിന് മൗലവി പൂങ്കാവനം കുഞ്ഞാപ്പൂന്റെ ബുദ്ധിമതി. കിതാബ് വെച്ച് ചർച്ച ചെയ്യാനേ ആക്കല് വേണം. കിതാബ് തിരിയണം. ഉസ്താദുമാരോട് കൂടെ തബറുക്കോടുകൂടെ ഓതിപ്പടിക്കണം. അതിന് ഈ അഹങ്കാരത്തോടുകൂടെ ഒരു ഇസ്തിഹാദിയിലെ ഒരു ദിവസമില്ല. അഹങ്കാരത്തോടുകൂടെ നെഞ്ഞും വിത്തർ കയറി എന്നാൽ നടക്കൂലാത്. അതുകൊണ്ട് ആയത്തിൽ നിന്ന് തന്നെ വളരെ വ്യക്തം. പിന്നെ ഞങ്ങൾക്ക് തഫ്സീർ തരേണ്ട ആവശ്യമല്ല. ഞങ്ങളെ മഹദ് ഫദ്ലുകൊണ്ട് തന്നു. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അദ്ബറനാദാഹു മൻ കാനത് ലഹു ഹാജത്തുൻ മിനൽ മുഅ്മിനീൻ. ഇതേ ആശയം നിങ്ങൾക്ക് കഴിച്ചിലാകാൻ കഴിയൂല കുട്ടികളെ. ഇതേ ആശയം അതാ മഹാന്മാര് രേഖപ്പെടുത്തുകയാണ്. അബ്ദുൽ മൻസൂർ രേഖപ്പെടുത്തുകയാണ്. 2, 3 നിങ്ങളുടെ ഫത്ഹുൽ ഖദീർ. എന്ത് പറയാണ്ട്? പണ്ട് അൽബാനിമ കുടുങ്ങിയ മാതിരി ആയിപ്പത്. ഷൗക്കാനിയാണ് പറയുന്നത്. എല്ലാം പെട്ടുപോയി. ഇപ്പൊ ഒന്നുമില്ല. മുഴുവൻ മഹാന്മാരും വിശദീകരിച്ചു. അതുകൊണ്ട് ഈ പറഞ്ഞ യാ അയ്യുഹല്ലദീന ആമനു എന്നതിൽ നിന്ന് ഈ കാലഘട്ടത്തിലുള്ള ആളുകൾ ഒഴിവാണ് എന്നതിന് നിങ്ങൾ നട്ടലോടുകൂടെ മറുപടി പറയണം. പറഞ്ഞത് ഇമാം റാസി തങ്ങൾ പറഞ്ഞ ഉസൂല പറഞ്ഞത്. പൂങ്കാവനം കുഞ്ഞാപ്പൂന്റെ കഥയല്ല. അപ്പുറത്തെ മൗലവിക്ക് ഫോൺ വന്നോട്ടെ, നിങ്ങൾ നല്ലോ ശ്രദ്ധിച്ചോളി. മറുപടി കിട്ടിയിട്ടില്ല. മറുപടി പറഞ്ഞേ മതിയാവുള്ളൂ. പിന്നെ ഞങ്ങൾക്ക് നിങ്ങളെ തിരിച്ചുവിടാനുള്ളൂ. ഈ ഈച്ചനെ കൊല്ലാൻ ആരും ഇരുമ്പോലെ കിടക്കില്ല. ഇത്ര വലിയ ഗൗരവത്തിൽ മുഖമൊക്കെ വീർപ്പിച്ചുകൊണ്ട് ഹോ എന്നും പറഞ്ഞ് വരണമെന്നുണ്ടെങ്കിൽ അതിന് മാത്രം വലിയ സാധനങ്ങളാണ്. ഇത് നിങ്ങളൊന്നുമില്ല. എന്നിട്ട് മൂപ്പർക്ക് വലിയ തെളിവേ സുയൂത്തീമാം പൊളിച്ചടുക്കി തരും. ഞങ്ങള് വാദവേദിക്കോയിമാം നിങ്ങളുടെ കിതാബ്. ഞങ്ങൾ കോപ്പി പേസ്റ്റിന്റെ ഉള്ളറകൾ തുറക്കും. ഇക്തിലാഹ് കൊണ്ടുവന്നിട്ടുണ്ട്.
ഇമാം സുയൂത്തിയുടെ ആധികാരിക ഗ്രന്ഥം അൽ ഹാദിലിൽ ഫതാവ. നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയോ? ഹാശിമിയത്തായ സ്ത്രീ ഇസ്തിഗാസ നടത്തിയ സംഭവം പഠിപ്പിച്ച, ഇഫായി ശൈഖിന്റെ ഇസ്തിഗാസ പഠിപ്പിച്ച ഞങ്ങളെ ഇമാം സുയൂത്തി, ഇസ്തിഗാസന്റെ ആളായ ഇമാം സുയൂത്തി ഇസ്തിഗാസനെ എതിർത്തു. നിങ്ങളിപ്പോ രാത്രിയാണെന്ന് ചിന്തിക്കുന്നുണ്ടോ? ഇമാം സുയൂത്തിനെ കുറിച്ച് നിങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ എത്താ മൗലവിത് നബിദിനം കഴിഞ്ഞിട്ട് ഒരു മാസമായിട്ടുള്ളൂ. നിങ്ങൾ സുയൂത്തി ഇമാം പറഞ്ഞ മണ്ടൽ തുടങ്ങിയിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടുള്ളൂ. അപ്പാത്തിന് സുയൂത്തി ഇമാമിനെ നമ്മളെ ആളാക്കാൻ നോക്കുക. നിങ്ങൾക്ക് പാക ഹാലും അറിയോ? ഏതായാലും മുസ്ലിം കോമഡിയും മിമിക്രിയായിട്ട് വന്നിക്ക. അതൊന്നും ഇവിടെ രക്ഷപ്പെടില്ല കുട്ടിയെ കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ സലഫികളുടെ മുമ്പിൽ അതൊന്നും വില പോകില്ല. പിന്നെ സുയൂത്തിനെ തൊടാൻ മുമ്പിലേക്ക് ഒരു പേടി. കിതാബിന് വേറെ വ്യവസ്ഥ ഇരിക്കുമെന്ന് നമ്മളെ ചോദ്യം അവിടെ നിലനിൽക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ച് തേടിയിട്ടുണ്ടോ എന്ന ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. മിണ്ടിയിട്ടില്ല. സുയൂത്തിനെ തൊടാൻ ഒരു പേടി. പിന്നെ സുയൂത്തി അവിടെ പറഞ്ഞു ഇവിടെ പറഞ്ഞു, അവിടെ പറഞ്ഞു ഇവിടെ പറഞ്ഞത്. പിന്നെ ആര് പറഞ്ഞതാ? ഇവിടെ എന്താ പറഞ്ഞത് കേട്ടോ? ഞാൻ ഒന്നുകൂടി വായിച്ചുതരാം. എന്താണ് ഇമാം സുയൂത്തി റഹിമഹുല്ലാഹ് പറഞ്ഞത്? ഫഖ്തദി അയ്യുഹൽ മുസ്ലിമു ഇൻ കുൻത അബ്ദൻ ലില്ലാഹ്. കേട്ടോ, അള്ളാന്റെ അടിമകളെ കുറിച്ചിട്ടാ പറയുന്നത് കേട്ടോ. മുഅ്മിനീങ്ങളോട് പറയാ നിങ്ങൾ ശിർക്ക് ചെയ്യരുത് കേട്ടോന്ന്. ആരാ പറയുന്നത്? ഇമാം സുയൂത്തിയാ പറയുന്നത്. എന്നിട്ട് കേട്ടോളൂ, നിങ്ങൾ ഇസ്തിഗാസ നടത്താനില്ല. നിങ്ങൾക്ക് വിവരമില്ലായ്മയാണ് ഇതൊക്കെ നിങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്നത്. അത് ശിർക്കാണെന്ന് പറയിപ്പിച്ചത് എന്ന്. എന്താ സുയൂത്തി പറഞ്ഞ പോലെ ഇല്ലാ ബിഹി. നീ എന്നുള്ള മുഖാത്തബ ആരോടാ? അതൊന്ന് പറഞ്ഞാ നിങ്ങള് ആരോടാ? ഇമാം സുയൂത്തിയാ പറയുന്നത് വലാ തസ്തഗിൽ ഇല്ലാ ബിഹി. അല്ലാഹുവിനോടുള്ള ഇസ്തിഗാസ നടത്താൻ പാടില്ല. വലാ തസ്തഇൻ ഇല്ലാ ബിഹി. ആ അല്ലാഹുവിനോടുള്ള ഇസ്തിആനത്തും നടത്താൻ പാടില്ല. ഫഇന്നഹു ലാ മാനിഅ വലാ ളാറ വലാ മുഅ്തിയ വലാ ളാറ വലാ നാഫിഅ ഇല്ലാ ഹുവ സുബ്ഹാനഹു വതആല അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബു. സുയൂത്തിയാ പറയാ. വായിച്ചു നോക്കിയ കയ്യിലെ സാധനമില്ലെങ്കിൽ എന്താ ഇമാം സുയൂത്തി മുജാഹിദ് പറയണം നിങ്ങൾ. ഇതേപോലെ സുയൂത്തി മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ പറഞ്ഞു ഇബ്നു തൈമിയ വരുന്നതിന് മുമ്പ് ഇസ്തിഗാസ ശിർക്കാണെന്ന് ആരും പറഞ്ഞിട്ടില്ല എന്നാ പറഞ്ഞത്. ഞാൻ വായിച്ചു, ഇവിടെ അഹ്മദ് ഹംബലിനെ വായിച്ചു, തൊഴാൻ ധൈര്യമില്ല. അതേപോലെ തന്നെ റാസി പറഞ്ഞിട്ടുണ്ട്, ശൈഖ് ജീലാനി പറഞ്ഞിട്ടുണ്ട്. ഇവരെ ഡേറ്റ് ഓഫ് ബർത്ത് ഒന്ന് പരിശോധിക്കും. ഇസ്തിഗാസ ശിർക്കാൻ ഞങ്ങളാ പറഞ്ഞില്ലേ? ഞങ്ങൾ പറഞ്ഞതാ പറഞ്ഞത്. ഇബ്നു തൈമിയ ആദ്യമായിട്ട് പറഞ്ഞതാ കേട്ടോ. അതുകൊണ്ട് ആ വെടി ഒന്നും ഇവിടെ പൊട്ടൂല. ആ സീന ഓലപ്പടക്കണ്ടല്ലോ, അത് ഇവിടെ പൊട്ടൂല. പിന്നെ മൂപ്പര് നമ്മളൊന്നും കൊല്ലാൻ വേണ്ടി ഇരുമ്പലൊക്കെ ഒന്നും വേണ്ടാന്ന്. അത് ഇവിടുന്ന് കോപ്പി അടിച്ചാൽ മുജാഹിദികൾ കോപ്പി അടിച്ചാൽ അന്ന് ഇവിടെ വരെ പോകില്ല കേട്ടോ. അത് നിങ്ങളോടും പറയുന്നത്. നിങ്ങൾ അത്ര വലിയ ആൾക്കാർ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് അവിടെ വെച്ചാൽ മതി. നിങ്ങൾ ആരും അല്ല എന്നുള്ളത് വളരെ വ്യക്തമായി ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അത് നിങ്ങൾ മാത്രമല്ല, നിങ്ങൾ ആരെ കൊണ്ടുവന്നാലും, നിങ്ങളെ സമസ്തയുടെ തലതൊട്ടന്മാർ വന്നാലും ഞങ്ങളെ മുമ്പിൽ നിങ്ങൾ വെറും പുഴുക്കളാ കേട്ടോ. ഈ ചൂണ്ടാണി വരല്ല നിങ്ങളെ വരത്തി കൊല്ലാൻ, മനസ്സിലാവുണ്ടോ? അതുകൊണ്ട് പ്രമാണങ്ങൾ ഞങ്ങളുടെ കയ്യിലാ. അതുകൊണ്ട് ചോദ്യത്തിന് കൃത്യമായിട്ട് മറുപടി പറയാ, മനസ്സിലാവുണ്ടോ? ചോദ്യത്തിന് കൃത്യമായിട്ട് മറുപടി പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ജീവിത കാലഘട്ടത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടായപ്പോ മരിച്ചുപോയ മഹാത്മാക്കളായ അമ്പിയാക്കന്മാരെ, അതല്ലെങ്കിൽ മരിച്ചുപോയ മഹാത്മാക്കളെ പ്രവാചകൻ വിളിച്ച് തേടിയിട്ടുണ്ടോ എന്ന ചോദ്യം അവിടെ അവശേഷിക്കുന്നു. മറുപടി പറഞ്ഞിട്ടില്ല. പിന്നെ ഇബ്നു തൈമിയ വരുന്നതിന് മുമ്പ് ആരും പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞു. അഹ്മദ് ഹംബലിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. അതേപോലെ റാസിയും പറഞ്ഞിട്ടുണ്ട്. തൗഹീദിന്റെ ആഴക്കടലിൽ മുങ്ങിക്കുളിച്ചിട്ടുള്ള ഹഖായിഖുകൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു മനുഷ്യൻ, ഒരു മുഅ്മിൻ അല്ലാഹുവിനോടല്ലാതെ ഇസ്തിആനത്ത് നടത്തുകയില്ലെന്ന് റാസി പറഞ്ഞ് തൊടാൻ ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? അതേപോലെ ശൈഖ് ജീലാനി പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിനോടല്ലാത്ത ഇസ്തിഗാസ നടത്താൻ പാടില്ല. പല അള്ളാഹു അല്ലാത്തവരോട് ഒരിക്കലും നീ ഇസ്തിഗാസ നടത്താൻ പാടില്ല. അള്ളാഹുവിനോട് മാത്രമേ അലൈക ബിൽ ഇസ്തിഗാസത്തി ഇലൈഹി. അള്ളാഹുവിനോടാണ് ഇസ്തിഗാസ നീ നടത്തേണ്ടത്. ശൈഖ് ജിലാനി മുജാഹിദാണോ? റാസി മുജാഹിദാണോ? അഹ്മദ് ഹംബൽ മുജാഹിദാണോ? അതുകൊണ്ട് ഇന്ന് മുസ്ലിയാരെ ഇത് വാട്സാപ്പ് അല്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചിരിപ്പിച്ചൊന്നും കാര്യമില്ല. സലഫികളുടെ മുമ്പിൽ ഇതൊന്നും പോകൂല കേട്ടോ. വളരെ ഉഷാറായിട്ടുണ്ട്.